2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി 28-ന് സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുടെ ആവശ്യങ്ങളോട് അടുത്തു നിൽക്കുന്നതാണ് ഈ പദ്ധതിയിലെ നിർദ്ദേശങ്ങളെല്ലാം. അതിനാൽ തന്നെ ഈ പദ്ധതി റഷ്യ അംഗീകരിക്കാനും യുക്രൈൻ നിരസിക്കാനുമാണ് സാധ്യത. റഷ്യ അംഗീകരിച്ചാലും യുക്രൈൻ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് സാധിക്കുകയുമില്ല. സമാധാന പദ്ധതിയുടെ പൂർണ്ണമായ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ആക്സിയോസ്, ബ്ലൂംബർഗ്, ദി ഇൻഡിപെൻഡന്റ് തുടങ്ങിയ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ എന്താണ് ട്രംപിന്റെ 28-ന് സമാധാന പദ്ധതി എന്നും അതെങ്ങനെയാണ് റഷ്യയ്ക്ക് അനുകൂലമാകുന്നത് എന്നും പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൂർണ്ണമായും റഷ്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. റഷ്യയുടെ മാക്സിമലിസ്റ്റ് ഡിമാൻഡുകളോട് ചേർന്ന് നിൽക്കുന്ന നിർദ്ദേശങ്ങളാണ് ഈ പദ്ധതിയിലുള്ളത്. നിർദ്ദേശങ്ങൾ പ്രകാരം ക്രിമിയ, ഡോൺബാസ് എന്നീ പ്രദേശങ്ങളുടെ നിയന്ത്രണം റഷ്യയ്ക്ക് തന്നെ ലഭിക്കും. ഡിഫാക്ടോ കൺട്രോൾ വ്യവസ്ഥയിലായിരിക്കും ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം റഷ്യയ്ക്ക് ലഭിക്കുക. എന്നുവെച്ചാൽ നിയമപരമായ ഉടമസ്ഥാവകാശം യുക്രൈന് തന്നെ ആയിരിക്കുമ്പോഴും സൈനികവും ഭരണപരവുമായി റഷ്യയ്ക്ക് ഈ മേഖലകളെ നിയന്ത്രിക്കാനാകും. മാത്രവുമല്ല, ക്രിമിയയെ റഷ്യൻ പ്രദേശമായി US അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മേഴ്സൺ, സപ്പോറേഷ്യ മേഖലകളിലെ വെടിനിർത്തൽ കരാർ മരവിപ്പിക്കാനും ഈ ഉടമ്പടിയിൽ നിർദ്ദേശമുണ്ട്. നാറ്റോ അംഗത്വം വേണ്ട എന്ന് യുക്രൈൻ സമ്മതിക്കണമെന്നാണ് ഉടമ്പടിയിലെ മറ്റൊരു നിർദ്ദേശം. തങ്ങൾ ഒരിക്കലും നാറ്റോയിൽ ചേരില്ലെന്ന് യുക്രൈൻ തങ്ങളുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കണമെന്നും ഈ ഉടമ്പടിയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. യുക്രൈനെ സൈനിക ബലം കുറയ്ക്കണമെന്നും ഉടമ്പടിയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ 8 ലക്ഷം മുതൽ 8.5 ലക്ഷം വരെയാണ് യുക്രൈൻ സൈന്യത്തിന്റെ അംഗബലം. ഇത് 6 ലക്ഷമാക്കി ചുരുക്കണമെന്നാണ് പദ്ധതിയിലെ നിർദ്ദേശം. ലോങ് റേഞ്ച് മിസൈലുകൾ യുക്രൈൻ കൈവശം വെക്കാൻ പാടില്ലെന്നും ഈ ഉടമ്പടിയിൽ പറയുന്നുണ്ട്. ദീർഘദൂരത്തേക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന മിസൈലുകൾ കൈവശം വെക്കുന്നതിൽ നിന്ന് യുക്രൈനെ വിലക്കുമെന്നും ഈ ഉടമ്പടിയിൽ പറയുന്നു. റഷ്യയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കുമെന്നും ട്രംപ് മുന്നോട്ട് വെച്ച 28-ന് സമാധാന പദ്ധതിയിൽ പറയുന്നുണ്ട്. G8 കൂട്ടായ്മയിലേക്ക് റഷ്യയെ തിരികെ കൊണ്ടുവരുമെന്നും ഈ സമാധാന പദ്ധതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. മേൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഉടമ്പടി യുക്രൈൻ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ യുക്രൈൻ അനുകൂലമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളുമുണ്ട്. എന്നാൽ അതും യുക്രൈന്റെ ആവശ്യങ്ങളായിരുന്നില്ല, റഷ്യയുടെ മാക്സിമലിസ്റ്റ് ഡിമാൻഡുകളിൽ ഉൾപ്പെട്ടവയായിരുന്നു. യുക്രൈനിൽ പൂർണ്ണമായ പരമാധികാരം US അംഗീകരിക്കുമെന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം. യുദ്ധത്തിൽ തകർന്ന യുക്രൈന്റെ പുനർനിർമ്മാണത്തിനായി ഒരു ആഗോള സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമെന്നും ഈ ഉടമ്പടിയിൽ പറയുന്നു. റഷ്യയും യുക്രൈനും തമ്മിൽ സംയുക്ത വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും റഷ്യയുടെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ ലംഘനം ഉണ്ടായാൽ തങ്ങൾ ഇടപെടുമെന്നും US ഉറപ്പ് നൽകുന്നതായും ട്രംപിന്റെ പദ്ധതിയിൽ പറയുന്നുണ്ട്. ഇത്രയുമാണ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഇതനുസരിച്ച് യുക്രൈനുമായി ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ. യുക്രൈന്റെ താൽപര്യങ്ങൾക്ക് വിപരീതമായ നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തവുമാണ്. അതിനാൽ തന്നെ യുക്രൈൻ ഈ ഉടമ്പടി സ്വീകരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. നേരത്തെ തന്നെ യുക്രൈൻ ഇത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഈ ഉടമ്പടി തയ്യാറാക്കിയത് US സൈനികരും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ അടുത്ത അനുയായി ദിമിത്രേവും തമ്മിൽ നടത്തിയ രഹസ്യ ചർച്ചയുടെ ഭാഗമായിട്ടാണെന്നും യുക്രൈൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രദേശങ്ങളുടെ നിയന്ത്രണാവകാശം റഷ്യയ്ക്ക് വിട്ടു നൽകുക എന്നാൽ അത് തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും യുക്രൈൻ പറയുന്നു. റഷ്യയുടെ അധിനിവേശത്തിന് നിയമപരമായ അംഗീകാരം നൽകുന്നതിന് തുല്യമാണ് ഈ കരാറിലെ പല വ്യവസ്ഥകളെന്നും യുക്രൈൻ കുറ്റപ്പെടുത്തുന്നു. നാറ്റോയിൽ ചേരില്ലെന്ന് ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നതോടെ ഭാവിയിൽ യുക്രൈന്റെ സുരക്ഷ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്നും ഭയക്കുന്നുണ്ട്. റഷ്യയുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് നാറ്റോയിലെ അംഗത്വം. അതിന് ശ്രമിക്കരുതെന്ന് പറഞ്ഞാൽ യുക്രൈന്റെ സുരക്ഷാ തീരുമാനങ്ങളിൽ റഷ്യയ്ക്ക് വീറ്റോ അധികാരം നൽകുന്നതിന് തുല്യമാണ്. സൈനികരുടെ അംഗബലം കുറയ്ക്കുന്നതും ദീർഘദൂര മിസൈലുകൾ കൈവശം വെക്കരുതെന്ന് പറയുന്നതുമായ നിർദ്ദേശങ്ങൾ തങ്ങളുടെ പ്രതിരോധ ശേഷിയെ അപകടകരമാം വിധം കുറയ്ക്കുന്നതാണെന്നും യുക്രൈൻ പറയുന്നുണ്ട്. ഇത്രയധികം വിമർശനങ്ങൾ ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് യുക്രൈൻ ഉള്ളതിനാൽ തന്നെ ട്രംപ് അവതരിപ്പിച്ച ഈ സമാധാന പദ്ധതി യുക്രൈൻ അംഗീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. യുക്രൈൻ ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ യുദ്ധവിരാമം സംഭവിക്കുകയുമില്ല. എങ്കിലും ഈ പദ്ധതിയുടെ ഭാഗമായി യുക്രൈനുമായുള്ള ചർച്ചകൾ US ഇപ്പോഴും തുടരുകയാണ്.